വയനാടിൻ്റെ ഈ അവസ്ഥ ആർക്കും പെട്ടെന്ന് മറക്കാനോ ആരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകാനോ പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വയനാടിലൂടെ മൈസൂരിലേക്കൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. മുത്തങ്ങ കാട്ടിലൂടെ പോയപ്പോൾ കാടിൻ്റെ ഇരുവശവും ഫുള്ള് കരിഞ്ഞ് കത്തി ചാമ്പലായി കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണ് ഈ കാടൊക്കെ ഇങ്ങനെ കത്തിക്കണത് എന്നുള്ളതൊക്കെ. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ പോയി കിട്ടുമായിരുന്നല്ലോ. കുറേ പുല്ലുകൾ വരും, ചെടികൾ വരും, കാടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതൊക്കെ കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ആ മഴ ഒരിക്കലും പെയ്യണ്ടായിരുന്നു എന്നാണ്. വയനാടുണ്ടായ ഈ ഒരു വലിയ ദുരന്തം നമ്മൾക്ക് എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മളെ തലയുടെ മുകളിൽ വലിയൊരു ദുരന്തം കാത്തിരിക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് പറയാതെ എല്ലാവർക്കും അറിയാം. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. 50 വയസ്സ് വരെ ജീവിക്കും എന്ന് പറഞ്ഞ ഡാമിന് ഇന്ന് 128 വയസ്സായി. നമ്മൾക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ. അന്ന് ഇതും അതിജീവിക്കും എന്ന് പറയാൻ ആരും ഉണ്ടാകില്ല എന്ന് മാത്രം.